പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയപ്പെടുന്ന, തൻ്റെ പേരിൻ്റെ തർലിയത്ത് അങ്ങനെ പറയപ്പെടുന്ന ഒരു വലിയ ഖലീഫ എന്ന പേരിൽ മാത്രമല്ല, വലിയ സൂഫി വര്യനാണ്, വലിയ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വലിയ വലിയാണ്. അങ്ങനെയുള്ള അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ പോലും വലിയവരെ ആദരിച്ചിരുന്നു, വലിയവരെ പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു തർദീയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കറമല്ലാഹു വജ്ഹഹു എന്ന് അദ്ദേഹത്തിന് പറയപ്പെടുന്നു. അതിന് ധാരാളം ചരിത്രങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയപ്പെടുന്നത് എന്നുള്ളത് ചരിത്രകാരന്മാർ പറയുന്ന ഒന്നാമത്തെ കാരണം, ബിംബാരാധനയ്ക്ക് ഒരിക്കലും അദ്ദേഹം മുതിർന്നിട്ടില്ല, ബഹുദൈവ വിശ്വാസത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഒരു വ്യത്യസ്തമായൊരു കാരണമാണ്. അദ്ദേഹം വലിയ ആളുകൾക്ക് മഹത്തായ സ്ഥാനം കൊടുത്തിരുന്നു എന്നാണ്. ഒരിക്കലും അദ്ദേഹം സുബഹി നമസ്കാരത്തിന് പള്ളിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ചെറിയൊരു കുടുസായ ഒരു വഴിത്താര എത്തിയ സമയത്ത്, ചെറിയൊരു കുടുസുള്ള വഴിയിലെത്തിയ സമയത്ത് മുന്നിൽ ഒരു വൃദ്ധനായ, ഒരു മജൂസിയായ ഒരു വൃദ്ധനായ ഒരാൾ അകപ്പെട്ടു. വഴിയിൽ മുന്നിൽ ആ വൃദ്ധനായ മനുഷ്യൻ ചുമരൊക്കെ പതുക്കെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ആ വൃദ്ധൻ്റെ മുമ്പിലേക്ക് പോകാനോ വൃദ്ധനെ മറികടക്കാനോ സാധിച്ചില്ല. പക്ഷേ ആ വൃദ്ധനോട് വഴി മാറിത്തരാനോ ആ വൃദ്ധനെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഒന്നും ചെയ്യാതെ വളരെ മൃദുലമായ സ്വഭാവത്തോടു കൂടിയിട്ട് അദ്ദേഹം ആ സാഹചര്യത്തെ കൺട്രോൾ ചെയ്തു. പക്ഷേ വളരെ വൈകിയ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സുബഹിക്ക് പള്ളിയിലേക്ക് എത്തിയത്. സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് ഇമാം നിൽക്കുന്നത് ഷഫീഉന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ജമാഅത്തിന് എന്തുകൊണ്ട് അലി നേരം വൈകി എന്ന് റസൂലുള്ള ചോദിക്കുമെന്ന് ഉറപ്പുള്ള അലി തങ്ങൾ വളരെ ആശങ്കയിലായി. അങ്ങനെ കുറേ മുന്നോട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ മജൂസിയായ മനുഷ്യൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എളുപ്പമായി. അലി തങ്ങൾ പള്ളിയിലേക്ക് ഓടിച്ചെന്നു. റസൂലിൻ്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് വളരെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ പള്ളിയിലേക്ക് ചെന്ന സമയത്ത് വളരെ അത്ഭുതം കൂറുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ സ്വഹാബത്തടക്കം ജമാഅത്തായിട്ട് റുക്കൂഇലുള്ള ഒരു സാഹചര്യത്തിലാണ് നിന്നത്. അപ്പോൾ അലി തങ്ങൾ വിചാരിച്ചു, ഇന്ന് വലിയ സൂറത്ത് ഓതിയതുകൊണ്ട് ഒരു പക്ഷേ രണ്ടാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി നിൽക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് റസൂലിൻ്റെ കൂടെ ഇമാമുമായിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൂടുകയും പിന്നീട് ഇഅ്തിദാലിലേക്ക് പോവുകയും ഖുനൂത്ത് ഓതാതെ സുജൂദിലേക്ക് പോവുകയും അങ്ങനെ 2 സുജൂദിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അലി തങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. സ്വഹാബത്ത് സലാം വീട്ട ശേഷം സ്വഹാബത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയുന്നുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അടക്കം പറച്ചിന് മറുപടിയായിട്ട് നിസ്കാരത്തിനൊക്കെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഞാൻ ഒന്നാമത്തെ റക്അത്തിലെ റുക്കൂയിൽ നിന്ന് ഉയരാൻ നേരത്ത് എൻ്റെ പിരടിയിൽ ജിബ്രീൽ തൻ്റെ ചിറക് വെച്ചുകൊണ്ട് അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന രൂപത്തിൽ തടഞ്ഞു എന്ന് ഷഫീഉന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷഫീഉന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരങ്ങളൊക്കെ ജിബ്രീൽ മുഖേന അറിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഈ വഴിയിൽ വെച്ചിട്ട് ഒരു വൃദ്ധന് വേണ്ടിയിട്ട് തൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആ വൃദ്ധനെ ആദരിച്ചുകൊണ്ട്, വൃദ്ധൻ്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് വളരെ ബഹുമതി കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. അതുകൊണ്ട് അള്ളാഹു മറിച്ച് ബഹുമാനപ്പെട്ട അലി തങ്ങൾക്ക് കൊടുത്ത ബഹുമതിയായിരുന്നു ഈ ഒരു വലിയ വ്യൂഹത്തിൻ്റെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പമുള്ള ജമാഅത്ത് എന്ന് പറയുന്ന വലിയ മഹത്വമുള്ള ഫദീലത്ത് നഷ്ടപ്പെടുത്താതെ സംരക്ഷിച്ചു എന്നുള്ളത് അലി തങ്ങൾക്ക് അങ്ങനെ ഒരു ബഹുമതി അള്ളാഹ് കൊടുത്തത് കൊണ്ടാണ് ഈ പേര് വന്നത് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും ചെറിയ ആളുകളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പരസ്പരം ആദരിക്കണം. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, അവരെ പ്രത്യേകം ആദരിക്കാൻ നമ്മൾ പഠിക്കണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലും ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. റസൂലിൻ്റെ വളർത്തുമ്മ സദസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരിപ്പ്, തൻ്റെ ഷാഡ് വിരിച്ചു കൊടുത്തുകൊണ്ട് ഇരുത്തി ആദരിച്ചു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഇങ്ങനെ വലിയവരെ ആദരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മആലിമു ദീനിയുള്ള വിശിഷ്ടമായ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ചെറിയ ആളുകളാണെങ്കിൽ വലിയവരെ ആദരിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം. അള്ളാഹു അത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ ചെയ്യുന്ന മുത്തഖീങ്ങളെ കൊടുത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.